Hello everyone, welcome to the new video of Data Analytics. Data Analytics means unlocking the potential of data. Today I am here to present a topic as related with what is pilot study and pretest in research. It is very important to understand what are the relevances of conducting a pilot study and pretest before a successful research work. ഒരു സക്സസ്ഫുൾ റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഒരു പൈലറ്റ് സ്റ്റഡിയുടെ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും എന്തിനാണ് പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കൺവേ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് us start our today's class. Before that, I have to introduce myself. I am Dr. Grishma Das MH, Assistant Professor and Head, Department of Commerce, ITSR, University of Calicut. First of all, we have to know what is the meaning of pilot study. A pilot study in social science research refers to a small-scale preliminary investigation conducted before the main study. ഒരു മെയിൻ സ്റ്റഡിക്ക് മുന്നേ കണ്ടെത്തുന്ന ഒരു വളരെ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയപ്പെടുന്നത്. It is a small study to test research protocols, data collection instruments, sample recruitment strategies and other research techniques in preparation for the larger study. നമ്മുടെ മെയിൻ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് റിസർച്ച് പ്രോട്ടോകോൾ, ഡാറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ് ഏതാണ് യൂസ് ചെയ്യുന്നത്, സാമ്പിൾ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, റിസർച്ച് ടെക്നിക്സ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്ന സ്മോൾ സ്റ്റഡി യൂസ് ചെയ്യുന്നത്. A pilot study is also known as feasibility study or experimental trial. Is a small scale short term experiment that helps the researcher to learn how a larger scale research might work in practice. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലാർജ് സ്കെയിൽ റിസർച്ച് വർക്ക് എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരുത്തേണ്ടത് എന്നതിനെ പറ്റി മുൻകൂട്ടി നമ്മളൊരു എക്സ്പെരിമെന്റൽ ട്രയൽ ചെയ്യുന്നതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടേം പീരിയഡിൽ കുറച്ച് കാലയളവിനുള്ളിൽ കുറച്ച് സാമ്പിൾ മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഇതിനെ ഫീസിബിലിറ്റി സ്റ്റഡി അഥവാ സ്മോൾ സ്കെയിൽ ഷോർട്ട് ടേം എക്സ്പെരിമെന്റ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. It is used to ensure that the ideas or methods behind a research which are sound and to understand the study protocol before launching the larger study. നമ്മുടെ ലാർജർ സ്റ്റഡി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിസർച്ചിന്റെ ഐഡിയാസ്, മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും സ്റ്റഡി പ്രോട്ടോകോൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ്, what are the importances of pilot study? First of all, testing procedures. It involves testing procedures, methodologies, instruments such as surveys, questionnaire, interview protocol or interview schedule and data collection techniques to ensure they are appropriate and effective. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ പ്രൊസീജിയേഴ്സ്, ഡാറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ മെത്തഡോളജിക്കൽ ഡിസൈൻ, മെത്തഡോളജിക്കൽ ഡാറ്റാബേസ് എന്നുള്ളവ അപ്രോപ്രിയേറ്റ് ആണെന്നും ഇഫക്റ്റീവ് ആണെന്നും മനസ്സിലാക്കാനും അത് എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടും പൈലറ്റ് സ്റ്റഡി ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്, ഐഡന്റിഫൈങ് പ്രോബ്ലംസ്. Pilot study helps the researcher to identify potential problems or limitations in the research design before committing a large scale study. This allows the researcher to make necessary adjustments and improvements. നമ്മുടെ മെയിൻ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ പ്രോബ്ലംസും ലിമിറ്റേഷൻസും മനസ്സിലാക്കുന്നതിന് വേണ്ടി പൈലറ്റ് സ്റ്റഡി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഇംപ്രൂവ്മെന്റുകളും വേണമെങ്കിൽ മെയിൻ സ്റ്റഡിക്ക് മുന്നേ വരുത്താനും സാധിക്കുന്നു. Thereafter, sampling. Researchers may conduct a pilot study to test sampling procedure and ensure that the selected sample is a representative of the population. നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാമ്പിൾ
പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഏകദേശം എൻഷുർ ചെയ്യാനും സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പൈലറ്റ് സ്റ്റഡി സഹായിക്കുന്നു. The next importance is that data analysis. Pilot study can also involve analyzing a small amount of data to test data analysis techniques and to determine best way to analyze the data collected during the main study. നമ്മൾ മെയിൻ സ്റ്റഡിക്ക് എടുക്കുന്ന സാമ്പിൾ സൈസ് ഒരു 400 500 ഒക്കെ ആണെങ്കിൽ അറൌണ്ട് 200 നമ്മൾ പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ 200 സാമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാവുന്നു ഏകദേശം നമ്മുടെ മെയിൻ സ്റ്റഡിയുടെ റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഫൈൻഡിങ്സ് ഇന്ന രീതിയിലായിരിക്കാം, അതിന്റെ കൺക്ലൂഷൻ ഇന്ന രീതിയിലായിരിക്കാം വരുന്നത് എന്നുള്ള ഏകദേശ ഐഡിയ നമുക്ക് കിട്ടുന്നു. ആ ഒരു ഫൈൻഡിങ്സോ കൺക്ലൂഷനോ നമുക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി വിച്ച് ഈസ് അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കാൻ നമുക്ക് എന്ത് സഹായിക്കുന്നു? പൈലറ്റ് സ്റ്റഡി സഹായിക്കുന്നു. Feasibility. It assesses the feasibility of the research project in terms of time, cost, and availability of resources. This helps researchers to make informed decisions about whether proceeds with the full-scale study. നമ്മളുടെ മെയിൻ സ്റ്റഡിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയം, കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഒക്കെ ഏകദേശം എത്രത്തോളം ഉണ്ടെന്ന് പൈലറ്റ് സ്റ്റഡിയുടെ ഫീസിബിലിറ്റി മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ റെസ്പോണ്ടൻസ് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്. റെസ്പോണ്ടൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ റിസോഴ്സുകളിൽ കൂടെ കടന്നു പോകണം, എത്രത്തോളം ടൈം എടുക്കേണ്ടി വരും, കോസ്റ്റ് എത്രത്തോളം ചെലവായി വരുന്നു, ഈ റെസ്പോണ്ടൻസിന് ഓൺലൈൻ വഴി കാണണോ അതോ ഓഫ്ലൈൻ വഴി അവർക്ക് നേരിട്ട് ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ നടത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പൈലറ്റ് സ്റ്റഡിയിൽ കൂടെ ഏകദേശം ഒരു ധാരണയിൽ എത്തുന്നു. ആയതുകൊണ്ട് തന്നെ മെയിൻ സ്റ്റഡിക്ക് മുന്നേ നമുക്കൊരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ മെയിൻ സ്റ്റഡിക്ക് മുന്നേ അല്ലെങ്കിൽ ഫുൾ സ്റ്റഡിക്ക് മുന്നേ നമുക്ക് ഈ കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയി കിട്ടുന്നു. Then refinement of research questions. Pilot studies may help refine research questions by providing insight into what variables are most relevant and how they should be operationalized. പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനെയറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാരിയബിൾസ് ഏതൊക്കെയാണെന്നും ആ വാരിയബിൾസിനെ നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷണലൈസ് ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പറേഷണൽ ഡെഫിനീഷൻ അക്കോർഡിംഗ് ടു ദ സാമ്പിൾ സൈസ് വി ഹാവ് ഡിസൈഡഡ്, അക്കോർഡിംഗ് ടു ദ സാമ്പിൾ പ്രൊസീജിയർ വി ഹാവ് ഡിസൈഡഡ്, ആ സാമ്പിൾ പ്രൊസീജിയറിനും സാമ്പിൾ സൈസിനനുസരിച്ചിട്ടും നമ്മുടെ സ്റ്റഡിക്ക് അനുസരിച്ചിട്ടും എങ്ങനെയാണ് ഈ വാരിയബിൾസിനെ ഓപ്പറേഷണലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് പൈലറ്റ് സ്റ്റഡിയോടുകൂടി നമുക്ക് ഏകദേശം മനസ്സിലാവുന്നു. ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാരിയബിൾസ് എന്നുള്ളതും പുതുതായി ഏതെങ്കിലും വാരിയബിൾസിനെ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ പുതുതായി ഏതെങ്കിലും വാരിയബിൾസിനെ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിലൂടെ മനസ്സിലാവുന്നു? ഈ ഒരു പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിലോടുകൂടി ക്ലിയർ ആവുന്നു. Then moving to the next topic, that is pre-test. A pre-test refers to a preliminary evaluation of research instrument with a small sample of participants before main study begin. നേരത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പൈലറ്റ് സ്റ്റഡിയിലൂടെ പഠിക്കുന്നു. സാമ്പിളിംഗ് പ്രൊസീജിയർ, സാമ്പിളിംഗ് ടെക്നിക്ക്, ഇൻസ്ട്രുമെന്റ്സ്, ടൂൾസ് ഓഫ് ഡാറ്റ അനാലിസിസ്, ഓപ്പറേഷണലൈസേഷൻ ഓഫ് ഡെഫിനീഷൻ, അങ്ങനെ ഏകദേശം ഒരു മെത്തഡോളജിക്കൽ ഡിസൈൻ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന ഏരിയയാണ് പൈലറ്റ് സ്റ്റഡി പറഞ്ഞത്. ഇവിടെ പ്രീ ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് റിസർച്ച് ഇൻസ്ട്രുമെന്റിനെയാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പല രീതിയിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കാം. ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാം, ഇന്റർവ്യൂ സ്കെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാം, ഒബ്സർവേഷൻ വഴി ഡാറ്റ കളക്ട് ചെയ്യാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടെലിഫോണിക് ഇന്റർവ്യൂ, മെയിൽ ഇന്റർവ്യൂ, അങ്ങനെ പല രൂപത്തിലും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഈ ഇൻസ്ട്രുമെന്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. Okay, the primary purpose of pre-test is to evaluate reliability, validity and clarity of research instrument as well as identify and correct any potential issues or ambiguities in the questions and procedure. നമ്മുടെ റിലയബിലിറ്റി, അതായത് ക്വസ്റ്റ്യനെയർ ഫോർ റിസർച്ച് ഇൻസ്ട്രുമെന്റിന്റെ ക്വസ്റ്റ്യനെയർ ആയിക്കോട്ടെ, ഇന്റർവ്യൂ സ്കെഡ്യൂൾ ആയിക്കോട്ടെ, ഒബ്സർവേഷൻ ടെക്നിക് ആയിക്കോട്ടെ, എന്തായാലും അതിന്റെ റിലയബിലിറ്റി,
വാലിഡിറ്റി, ക്ലാരിറ്റി എന്നിവ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് മെഷർ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആംബിഗ്വിറ്റീസ് എന്തൊക്കെയാണ് എന്നിവ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല പ്രൊസീജിയറോട് കൂടി ക്വസ്റ്റ്യനെയറിൽ മാറ്റം വരുത്താനും സാധിക്കുന്നു. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു പ്രീ ടെസ്റ്റ് നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ to evaluate the reliability, validity and clarity of the research instrument. Simply, pre-testing involves the use of small number of respondents to test appropriateness of the questions and their comprehension. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ പ്രീ ടെസ്റ്റിൽ നമ്മൾ സ്മോൾ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 400+ മെയിൻ സ്റ്റഡിയിൽ സാമ്പിൾസ് വരികയാണെങ്കിൽ ഒരു 100 or 200 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് പ്രീ ടെസ്റ്റിംഗ്. പ്രീ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ക്വസ്റ്റ്യൻസിന്റെ അപ്രോപ്രിയേറ്റ്നെസ്, കോംപ്രഹെൻഷൻ, ക്വസ്റ്റ്യൻ എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നു, കറക്റ്റ് റെസ്പോണ്ടൻസിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രീ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസസ് ഓഫ് പ്രീ ടെസ്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻസ്ട്രുമെന്റ് ഇവാലുവേഷൻ. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രൈമറി ഡാറ്റ കളക്ഷന്റെ ഇൻസ്ട്രുമെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ടെസ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻസ്ട്രുമെന്റ് ഇവാലുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രീ ടെസ്റ്റ് അലോ ദ റിസർച്ചേഴ്സ് ടു ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ റിസർച്ച് ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് സർവേസ്, ക്വസ്റ്റ്യനെയർ ഓർ മെഷർമെന്റ് സ്കെയിൽ ബിഫോർ അഡ്മിനിസ്റ്ററിംഗ് ദം ടു ദ ഫുൾ സാമ്പിൾ. It helps the researcher to identify any misunderstanding, ambiguities or difficulties in comprehension. അതായത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ, ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റിന്റെ, ആ റിസർച്ച് ഇൻസ്ട്രുമെന്റ് സർവേ ആയിക്കോട്ടെ, ക്വസ്റ്റ്യനെയർ ആയിക്കോട്ടെ, ഇന്റർവ്യൂ സ്കെഡ്യൂൾ ആയിക്കോട്ടെ, മെഷർമെന്റ് സ്കെയിൽ ആയിക്കോട്ടെ, അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന്, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ, ആംബിഗ്യുവസ് ആയിപ്പെടുന്നുണ്ടോ, ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, റെസ്പോണ്ടൻസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ഡാറ്റ കളക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പൊ ഈ റെസ്പോണ്ടൻസിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കേണ്ടത്. അവർക്ക് ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷനോ ഒരു ഡിഫിക്കൽട്ടിയോ ഒന്നും ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഒരു പ്രീ ടെസ്റ്റ് നടത്തുന്നതോടുകൂടി നമുക്ക് ഇതിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ, റെസ്പോണ്ടൻസിന് ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഇൻസ്ട്രുമെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്, ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. Pre-test help to ensure that the questions or items in research instrument are clear, unambiguous and easily understood by the participant. ഇതിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും വളരെ ക്ലിയർ ആണെന്നും വ്യക്തമായി നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നും അതുപോലെ തന്നെ അൺആംബിഗ്യുവസ് ആണെന്നും ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നും ഉറപ്പുവരുത്തണം. This is crucial for obtaining accurate response and minimizing response errors. നമുക്ക് വളരെ വ്യക്തമായ, വളരെ കറക്റ്റ് ആയിട്ടുള്ള, ക്ലിയർ ആയുള്ള റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റെസ്പോൺസ് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രീ ടെസ്റ്റിംഗ് സഹായിക്കും. കാരണം ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി മനസ്സിലായാൽ മാത്രമാണ് അയാൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആക്യുറേറ്റ് ആയ റെസ്പോൺസ് കിട്ടുകയും റെസ്പോൺസ് എറേഴ്സ് കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ പ്രീ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നെക്സ്റ്റ്, validity and reliability. By conducting pre-test, researchers can assess validity and reliability of the research instrument. റിസർച്ച് ഇൻസ്ട്രുമെന്റിന്റെ വാലിഡിറ്റി, റിലയബിലിറ്റി എന്നുള്ളത് നിർബന്ധമായും കണ്ടക്ട് ചെയ്യേണ്ട ഒന്നാണ്. ഈ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു എൻഷുർ ദ ക്വാളിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്. റിസർച്ച് ഫൈൻഡിങ്സിന്റെ ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Validity refers to whether the instrument measure what is intended to measure, while reliability refers to consistency and stability of instruments measurement. വാലിഡിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് തന്നെയാണ് ഈ ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി മെഷർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റിന്റെ ഇന്റേണൽ കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റെബിലിറ്റി, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെഷർമെന്റുകളുടെയും ഇന്റേണൽ കൺസിസ്റ്റൻസിയും സ്റ്റെബിലിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടി റിലയബിലിറ്റിയും കൂടി നമ്മൾക്ക് എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം ബൈ യൂസിങ് പ്രീ ടെസ്റ്റ്.
Identification of issues. Pretest help to identify any technical, logical or practical issues associated with administering the research instrument. റിസർച്ച് ഇൻസ്ട്രുമെന്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ, ടെക്നിക്കൽ ആയാലും ലോജിക്കൽ ആയാലും പ്രാക്ടിക്കൽ ആയിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പ്രീടെസ്റ്റ് സഹായിക്കുന്നു. ബൈ detecting and addressing these issues early on, researcher can ensure smooth and efficient data collection during. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ഐഡന്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിലീറ്റ് ആക്കുകയും ഈ റിസർച്ചർക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, sampling consideration. Pretest provide an opportunity for researchers to test their sampling strategy and ensure that selected sample is representative of the target population. This includes assessing the feasibility of data collection method, sample size adequacy and sample composition. പ്രീടെസ്റ്റ് നേരത്തെ പൈലറ്റ് സ്റ്റഡി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം നമ്മൾക്ക് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾസ് തന്നെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നും ആ സാമ്പിളിംഗ് കളക്ഷൻ മെത്തേഡും സാമ്പിളിന്റെ ആഡിക്വസിയും സാമ്പിൾ കോമ്പോസിഷനും ഒക്കെ ഈ ഇൻസ്ട്രുമെന്റ് വെരിഫിക്കേഷനോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. And finally, revision and improvement. Based on the feedback and result from the pretest, researcher can revise and improve the research instrument to enhance effectiveness and validity. This may involve modifying or deleting problematic questions, adding clarifying instructions or adjusting response options. ഇപ്പോൾ നമ്മൾ പൈലറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് പ്രീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും തരത്തിലുള്ള റിവൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് റിസർച്ച് ഇൻസ്ട്രുമെന്റിൽ വേണമോ വേണ്ടയോ എന്നുള്ളത്. അത് എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഈ പറയുന്ന റെസ്പോണ്ടൻസിന്റെ ഫീഡ്ബാക്കിന്റെ അല്ലെങ്കിൽ അവര് റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്. ഈ റിവിഷനും ഇംപ്രൂവ്മെന്റും വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യുകയോ റെസ്പോൺസിന് പുതുതായി ഓപ്ഷൻസുകൾ ആഡ് ചെയ്യുകയോ ചെയ്തതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ പറ്റും. റിവിഷനിലൂടെ നമുക്ക് ഇൻസ്ട്രുമെന്റിനെ ഇംപ്രൂവ് ചെയ്യുകയും റെസ്പോണ്ടൻസിന് സാധാരണഗതിയിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും വളരെ എഫിഷ്യന്റ് ആയി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നു. അപ്പോൾ പ്രീടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രീടെസ്റ്റ് ചെയ്യുന്നതിലോടുകൂടി വാലിഡിറ്റിയും റിലയബിലിറ്റിയും ക്ലാരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. Next, the main thing is that what are the differences between pilot study and pretest. നമ്മൾ 3 ബേസിലാണ് ഡിഫറൻസ് പറയുന്നത്. ഒന്ന് സ്കോപ്പ് ആൻഡ് ടൈമിംഗ്, 2 ഫോക്കസ് ആൻഡ് ഫൈനലി what are the objectives. ഫസ്റ്റ് ഓഫ് ഓൾ സ്കോപ്പിനും ടൈമിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പൈലറ്റ് സ്റ്റഡിയും പ്രീടെസ്റ്റും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. According to the pilot study, it involves testing the entire research process. ഒരു റിസർച്ചിന്റെ എല്ലാ പ്രോസസ്സുകളും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അനാലിസിസ് ടെക്നിക്സ് ഓൺ എ സ്മോളർ സ്കെയിൽ. ഒരു സ്മോളർ സാമ്പിൾ ഉപയോഗിച്ച് വളരെ ചെറിയ രീതിയിൽ റിസർച്ച് പ്രോസസ്, ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ, ഇൻസ്ട്രുമെന്റ്, ഡാറ്റ അനാലിസിസ് ടെക്നിക് അടക്കം ഏകദേശം ഒരു റിസർച്ചിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് പൈലറ്റ് സ്റ്റഡി വഴി. പക്ഷെ പ്രീടെസ്റ്റിലായിക്കോട്ടെ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് സ്പെസിഫിക്കലി ടു ടെസ്റ്റ് ദ റിസർച്ച് ഇൻസ്ട്രുമെന്റ്. റിസർച്ച് ഇൻസ്ട്രുമെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീടെസ്റ്റ് ഉപയോഗിക്കുന്നത്. It usually occurs after the research instrument has been developed but before it is administered to full sample. ഇൻസ്ട്രുമെന്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രീടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മെയിൻ ഡാറ്റ കളക്ഷന് മുന്നേ ആയിരിക്കണം. മെയിൻ ഡാറ്റ കളക്ഷന് മുന്നേ ആണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ്, ദ ബേസ് ഈസ് ഫോക്കസ്. Focus of pilot study is broader and encompasses testing various aspects of research design including sampling method, data collection procedure and analysis techniques. പൈലറ്റ് സ്റ്റഡിയുടെ ഫോക്കസ് വളരെ ബ്രോഡാണ്. കാരണം അത് റിസർച്ച് ഡിസൈനിനെ പറ്റിയിട്ടും അതിലുള്ള സാമ്പിളിംഗ് മെത്തേഡിനെ പറ്റിയിട്ടും ഡാറ്റ കളക്ഷൻ പ്രൊസീജിയറിനെയും ആൻഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് ടെക്നിക്സിനെയും പറ്റിയിട്ട് പറയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫോക്കസ് വളരെ ബ്രോഡ് കോൺസെപ്റ്റ് ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പൈലറ്റ് സ്റ്റഡി വളരെ ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. പക്ഷെ പ്രീടെസ്റ്റ് വളരെ സ്മോൾ കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ സ്മോൾ ഫോക്കസ് ആണ് ചെയ്യുന്നത്. Because the primary focus of pretest on evaluating research instrument itself.
നമ്മൾ റിസർച്ച് ഇൻസ്ട്രുമെന്റ് പ്രൈമറി ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന റിസർച്ച് ഇൻസ്ട്രുമെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. ആ റിസർച്ച് ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവിടെ സാമ്പിളിംഗ് മെത്തേഡ്, ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ, അനാലിസിസ് ടെക്നിക്കുകൾക്കൊന്നും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നില്ല. ആൻഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? പൈലറ്റ് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു അസസിങ് ഫീസിബിലിറ്റി, ഐഡന്റിഫൈയിങ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്, റിഫൈനിങ് റിസർച്ച് പ്രൊസീജിയർ ആൻഡ് ഡിറ്റർമിനിങ് റിസോഴ്സസ് നീഡഡ് ഫോർ ദ മെയിൻ സ്റ്റഡി. മെയിൻ ആയിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവുകൾ പറയുന്നുണ്ട്. ഒന്ന് ഫീസിബിലിറ്റി, സ്റ്റഡിയുടെ ഫീസിബിലിറ്റി, ആൻഡ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്, ഈ ഒരു മെയിൻ ഡാറ്റ കളക്ഷന് മുന്നേ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും, ആൻഡ് റിഫൈനിങ് റിസർച്ച് പ്രൊസീജിയർ, നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ച് പ്രൊസീജിയറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താനും, ഡിറ്റർമിനിങ് ദ റിസോഴ്സസ് നീഡഡ് ഫോർ, നമ്മൾ മെയിൻ ഡാറ്റ കളക്ഷൻ ആവശ്യമായി എന്തൊക്കെ റിസോഴ്സുകളാണ് വേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യാനും നമുക്ക് എന്ത് സഹായിക്കുന്നു? പൈലറ്റ് സ്റ്റഡി സഹായിക്കുന്നു. അപ്പോൾ പൈലറ്റ് സ്റ്റഡിക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് അതൊക്കെയാണ്. ഫീസിബിലിറ്റി എൻഷുർ ചെയ്യുക, പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, പ്രൊസീജിയർ റിഫൈൻ ചെയ്യുക, ആൻഡ് ഡിറ്റർമിനിങ് ദ റിസോഴ്സസ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്രീ ടെസ്റ്റ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് മീൻസ് ടു ഇവാലുവേറ്റ് ദ ക്ലാരിറ്റി, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് റിസർച്ച് ഇൻസ്ട്രുമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് റിസർച്ച് ഇൻസ്ട്രുമെന്റിന്റെ ക്ലാരിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് മേക്ക് നെസസറി റിവിഷൻസ് ഓർ അഡ്ജസ്റ്റ്മെന്റ് ബിഫോർ അഡ്മിനിസ്റ്ററിംഗ് ടു ദ ഫുൾ സാമ്പിൾ. അതായത് ഫുൾ സാമ്പിൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് മുന്നേ നമ്മൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ, എന്തെങ്കിലും റിവിഷൻസുകൾ വരുത്താനുണ്ടെങ്കിൽ ആ റിവിഷൻസുകൾ ഇൻസ്ട്രുമെന്റിൽ വരുത്തുക എന്നുള്ളതാണ് പ്രീ ടെസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഇങ്ങനെ നടത്തുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മെയിൻ ഫൈൻഡിങ്സിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഫൈൻഡിങ്സിന്റെ വാലിഡിറ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പൈലറ്റ് സ്റ്റഡി ആൻഡ് പ്രീ ടെസ്റ്റ് എന്നതിനെ പറ്റിയിട്ട് ഒരു ഏകദേശം ഒരു രൂപരേഖ പറഞ്ഞത്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ക്ലാസ്സുകൾ ആസ് റിഗാർഡിംഗ് റിസർച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ ടോപ്പിക് സെലക്ഷൻ ടു ദ ക്വസ്റ്റ്യനെയർ മേക്കിംഗ് ആൻഡ് സ്കെയിൽസ് ഡെവലപ്മെന്റ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെയും കമൻ്റായി ചോദിക്കാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ എലാബറേഷനായി വാലിഡിറ്റി, റിലയബിലിറ്റി, കൺസിസ്റ്റൻസി ഒക്കെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്നും ഉള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ SPSSന്റെ ഓരോ പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും റിഗാർഡിംഗ് ദ പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതിനു മുന്നേ നമുക്ക് നോർമാലിറ്റി മെഷർ ചെയ്യണം. നോർമാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലി ആൻഡ് തിയറട്ടിക്കലി അതിന് സെറ്റ് ഓഫ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ക്ലാസ് തുടർന്നുള്ളത് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യും. ആൻഡ് താങ്ക് യു ഫോർ അറ്റൻഡിങ് ടുഡേയ്സ് ക്ലാസ്. ഇഫ് യു ഹാവ് എനി queries, please ask me as a comment. Okay, and if you like the class, please subscribe for more videos. Okay, thank you so much.